നോമ്പുകാലത്ത് കുരിശെടുത്ത് മല കയറേണ്ടത് പാപപരിഹാരത്തിന് വേണ്ടിയാവണം. അല്ലാതെ മറ്റൊരു പാപം ചെയ്യാൻ ആരും കുരിശുമായി മലകൾ കയറാതിരിക്കട്ടെ. കുരിശ് രക്ഷയുടെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ്. അതിനെ കയ്യേറ്റത്തിന്റെ പേര് പറഞ്ഞ് അവഹേളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാനുള്ള വിവേകം ക്രൈസ്തവർക്കെങ്കിലും ഉണ്ടാകണം. റവന്യൂ ഭൂമി കയ്യേറ്റ വിവാദങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മല കയറിയിരിക്കുന്നു. ഇടുക്കിയിലെ മഞ്ചുമല, വാഗമൺ, പരുന്തുംപാറ മേഖലകളിൽ റവന്യൂ ഭൂമി കയ്യേറ്റം നടക്കുന്നതായാണ് പരാതി. ഇതോടെ കഴിഞ്ഞ 2 മുതൽ ഈ വില്ലേജുകളിലെ കയ്യേറ്റം ആരോപിക്കപ്പെട്ട മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കളക്ടർ വിലക്കി. എന്നാൽ കളക്ടറുടെ ഉത്തരവിനെ ഹൈറേഞ്ചിലെ തണുത്ത കാറ്റിൽ പറത്തി പലരും നിർമ്മാണം തുടർന്നു. പരുന്തുംപാറയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന് സമീപം കഴിഞ്ഞ ദിവസം സ്വകാര്യ വ്യക്തി കുരിശും സ്ഥാപിച്ചു. കയ്യേറ്റം ഒഴിപ്പിക്കൽ തടയാനാണ് കുരിശ് സ്ഥാപിച്ചതെന്നാണ് ഉയർന്ന ആരോപണം. എന്തായാലും ആക്ഷേപം ഉയർന്നതോടെ ആ കുരിശ് റവന്യൂ അധികൃതർ നീക്കം ചെയ്തു. അനധികൃതമായി സ്ഥാപിച്ചതാണെങ്കിൽ ആ കുരിശ് കയ്യോടെ നീക്കം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കുരിശ് ക്രൈസ്തവരെ സംബന്ധിച്ച് രക്ഷയുടെ അടയാളമാണെങ്കിലും മനഃപൂർവ്വം വരുത്തിവെക്കുന്ന കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറയാക്കി ആരെങ്കിലും കുരിശിനെ ഉപയോഗിച്ചാൽ അത് ശിക്ഷ കൊടുക്കേണ്ടതിന്റെ അടയാളമാകും. പരുന്തുംപാറയിൽ സ്വകാര്യ വ്യക്തി തന്റേതെന്ന് അവകാശപ്പെടുന്ന 3.31 ഏക്കറിലാണ് 400-ലേറെ പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളോടെ കെട്ടിടങ്ങളും അതിനു സമീപം കുരിശും സ്ഥാപിച്ചത്. ഇവിടെ റിസോർട്ടാണ് നിർമ്മിക്കുന്നതെന്ന് പ്രചാരണം ഉണ്ടായെങ്കിലും റിസോർട്ടല്ല, ധ്യാനകേന്ദ്രമാണ് നിർമ്മിക്കുന്നതെന്നാണ് ഉടമയുടേതായി പുറത്തു വന്നിരിക്കുന്ന വാദം. കുരിശ് സ്ഥാപിച്ചത് കയ്യേറ്റം ഒഴിപ്പിക്കൽ തടയാനല്ലെന്നും ധ്യാനകേന്ദ്രത്തിന്റെ ഭാഗമായുള്ള കുരിശാണ് സ്ഥാപിച്ചതെന്നും ഇവർ അവകാശപ്പെടുന്നു. റിസോർട്ടായാലും ധ്യാനകേന്ദ്രമായാലും നിയമപരമായി സ്വന്തം ഭൂമിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നതെങ്കിൽ അത് നീക്കം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അതേസമയം അനധികൃതമായി കയ്യേറിയ ഭൂമിയിലാണ് ഇതൊക്കെ പടുത്തുയർത്തുന്നതെങ്കിൽ നീക്കം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതൊക്കെ ഇനി സർക്കാരും കോടതിയും വ്യക്തമാക്കേണ്ട കാര്യങ്ങളാണ്. നിയമക്കുരുക്കുകളിൽ അകപ്പെട്ടാൽ ദീർഘകാലത്തേക്ക് പണിമുടങ്ങുമെന്ന് കണ്ട് പലരും കോടതി ഉത്തരവ് വരുന്നതിന് മുൻപും അവധി ദിനങ്ങളിലുമൊക്കെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ നാട്ടിലെ ഒരു പൊതു രീതിയാണ്. എന്നാൽ സ്വന്തം ഭൂമിയാണെങ്കിൽ പോലും കളക്ടർ അടക്കമുള്ളവർ നൽകുന്ന ഉത്തരവുകൾ പാലിക്കാൻ ഏതൊരു പൗരനും ബാധ്യതയുണ്ട്. വിവിധ മതങ്ങളുടെ ചിഹ്നങ്ങളും പ്രതീകങ്ങളും സ്ഥാപിച്ച് കയ്യേറ്റക്കാർ ഭൂമി സ്വന്തമാക്കുന്ന രീതി കുറെ കാലമായി ഹൈറേഞ്ച് മേഖലയിൽ നടക്കുന്നതാണ്. സ്ഥാപിത താല്പര്യക്കാർ ചെയ്യുന്നതാണെങ്കിലും ഇതിന്റെ പേരിൽ മതങ്ങളും സമുദായങ്ങളുമൊക്കെയാണ് പലപ്പോഴും വിവാദങ്ങളിൽ പെടുന്നത്. കയ്യേറ്റക്കാരുടെ കുരിശിന്റെ ഭാരം ക്രൈസ്തവ സഭകളുടെയും സമുദായത്തിന്റെയും ചുമലിൽ ചാർത്തി കുതിര കയറാനുള്ള ചിലരുടെ വ്യഗ്രത അത്ര നിഷ്കളങ്കമല്ലതാനും. ഏതെങ്കിലും റവന്യൂ ഭൂമിയിൽ അനധികൃതമായ ഒരു നിർമ്മാണം നടന്നാൽ അതിന്റെ അർത്ഥം അതിന് പിന്നിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കയ്യേറ്റ മാഫിയ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. വാഗമൺ, പരുന്തുംപാറ പോലുള്ള സ്ഥലങ്ങളിൽ പുറമേ നിന്നുള്ളവർക്ക് വന്ന് ഭൂമി കയ്യേറാൻ കഴിയില്ല. പ്രാദേശിക രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടുകളാണ് പലപ്പോഴും റവന്യൂ ഭൂമി അന്യാധീനപ്പെടാൻ കാരണം. സർക്കാർ ഭൂമി രാഷ്ട്രീയ പിന്തുണയോടെ കയ്യേറുകയും ഉദ്യോഗസ്ഥ സഹായത്തോടെ ഇതിന് രേഖകൾ ചമയ്ക്കുകയുമാണ് കയ്യേറ്റ മാഫിയയുടെ രീതി. തുടർന്ന് ഈ സ്ഥലം പട്ടയവും ആധാരവുമുള്ള ഭൂമി എന്ന രീതിയിൽ മറച്ചു വിൽക്കും. തട്ടിപ്പറയാതെ ഇത്തരം സ്ഥലങ്ങൾ വാങ്ങി നിർമ്മാണം നടത്തുന്നവരാണ് വിവാദമുണ്ടാക്കുമ്പോൾ പലപ്പോഴും ഇരകളായി മാറുന്നത്. കയ്യേറ്റ ഭൂമിയാണെന്ന് അറിഞ്ഞു വാങ്ങുന്നവരും അറിയാതെ വാങ്ങുന്നവരും ഇക്കൂട്ടത്തിലുണ്ടാകും. എന്തായാലും ഭൂമിയുടെ രേഖകൾ ആധികാരികമാണെന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത വാങ്ങുന്നവർക്ക് തന്നെയാണ്. ഒരു വശത്ത് കയ്യേറ്റത്തിന് കൈയടിക്കുകയും മറുവശത്ത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുകയും ചെയ്യുന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടുകാരാണ് കയ്യേറ്റ കഥയിലെ യഥാർത്ഥ പ്രതികൾ.